ആ ഏട്ടാ, ഇതെന്താ ഇത്ര രാവിലെ? ഇന്ന് നേരത്തെ എണീറ്റാ? ഇന്ന് കുറച്ച് നേരത്തെ എണീച്ചു. ഇന്ന് ലീവല്ലേ? അപ്പോൾ ഒരു ഔട്ടിംഗ് ഒക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഓ, പുറത്തു പോവാണോ? അതാ ഞാനും വിചാരിച്ചേ, ലീവായിട്ട് എന്താ ഇത്ര രാവിലെയെന്ന്. പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ചാ? ഇല്ലടി, കഴിക്കാൻ പോകുന്നേ ഉള്ളൂ. ആരാടി ഫോണില്? ഏട്ടനാണമ്മേ. എന്തു പറ്റി? ഓനെന്ന് ഇത്ര രാവിലെ വിളിക്കുന്നത്? അത് അമ്മ, ഇന്ന് ഏട്ടന് ലീവല്ലേ, അപ്പൊ രാവിലെ എവിടെയോ പോവാനുണ്ട് പോലും. രാത്രിയൊന്നുമില്ല, പകലൊന്നുമില്ല, ഏത് നേരം ഫോണും വിളിച്ചോണ്ട് നടന്നോ. നല്ല സുഖാന്നല്ല. എന്നാൽ പിന്നെ ഞാൻ വെക്കുവാടി, എൻ്റെ പണി നടക്കട്ടെ. ആ, ശരി. ആ ഏട്ടാ, നേരത്തെ എത്തിയാ? എന്തുണ്ടായിരുന്നു ഔട്ടിങ്ങെല്ലാം? അടിപൊളിയായിരുന്നടി. ഫ്രണ്ട്സൊക്കെ എല്ലാവരും ഉണ്ടായിരുന്നു. കുറേ കാലമായി എല്ലാവരും കണ്ടിട്ട്. ഇപ്പം എത്തിയതേ ഉള്ളൂ, കുറച്ച് സമയമായി. ഓ, വീണ്ടും തുടങ്ങിയ സൊള്ളാൻ. ആ ഫോണിങ് നോക്കിട്ട് എനിക്ക് അവനോടൊരു കാര്യം പറയാനുണ്ട്. ആ എടാ. അമ്മേ, ഞാൻ അമ്മേനെ വിളിക്കാൻ പോകായിരുന്നു. നീ വിളിക്കൂ, നിനക്ക് തോന്നുമ്പോ. അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞാൽ പിന്നെ നിനക്ക് നമ്മളൊന്നും വേണ്ടല്ല. അതെന്താ അമ്മേ അങ്ങനെ പറയുന്നത്? ഞാൻ ഇന്നലെ വരെ അമ്മേനെ വിളിച്ചല്ലേ. അതെന്തോ ആവട്ടെ, നീയല്ലേ ഇപ്പൊ നാട്ടിൽ വരാൻ പ്ലാൻ എടുത്തിട്ടുണ്ട് കേട്ടെ. നീ പോയിട്ട് ഒരു വർഷമല്ലേ ആയിട്ടുള്ളൂ. ഇപ്പൊ എന്തിനാ ഇപ്പൊ ഇങ്ങനെ തിരക്കെട്ടിന് ഇങ്ങോട്ട് വരുന്നത്? ഇപ്പം വരുമൊന്നും വേണ്ട നീ. ഇനി ഓളെ വിചാരിച്ചിട്ടാണെങ്കിൽ ഓക്കിടെ ഒരു തകരാറുമില്ല, ഒരു കുഴപ്പമില്ല, നല്ല സുഖമായിട്ടാണ് ജയിക്കുന്നത്. അതുകൊണ്ട് നീ ഇപ്പം ഇങ്ങോട്ട് തിരക്കിട്ടിട്ട് വരുമൊന്നും വേണ്ട. പറഞ്ഞത് മനസ്സിലായോ നിനക്ക്? എന്നാ ശരി, വേറൊന്നുമില്ല, നീ വെച്ചോ. വെറുതെ ഫോണിലെ പൈസയും കൂടി തീർക്കണ്ട കേട്ടാ. എന്നാ അമ്മേ, ഞാനൊന്ന് വീട്ടിൽ പോയിക്കോട്ടെ. കുറേ കാലമായില്ലേ വീട്ടിൽ പോയിട്ട്. അവിടെ നിന്ന് തന്നെ വിളിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. വീട്ടിലാ? നീ ഇപ്പം പോയാലും എങ്ങനെയാ അപ്പം ശരിയാവുക? വീട്ടിലത്തെ കാര്യമില്ല ആരാ നോക്കുക? എന്നെക്കൊണ്ട് ഒറ്റക്കൊന്നും പറ്റൂലല്ലോ നോക്കാൻ. എനക്കൊരു സഹായത്തിനും കൂടി വേണ്ടിയിട്ടല്ലേ ഞാൻ ഓനെ കൊണ്ട് വേഗം കെട്ടിച്ചേ. അപ്പൊ പിന്നെ നീ പോയാലെങ്ങനെ ശരിയാവുക? എനക്ക് പിന്നെ ഒന്നും കഴിയുന്നുമില്ല, അതുകൊണ്ട് നീ ഇപ്പൊ പോണ്ട കേട്ടാ. പിന്നെ ഏട്ടാ, വീട്ടിലെന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? എനിക്ക് അവരെ കാണാൻ ഭയങ്കര ഓർമ്മയാവുന്നു. പിന്നെ എന്നാ വേണ്ടേ, ഇവിടുന്ന് വരാനും പറ്റുന്നില്ല. വീട്ടിലെല്ലാവർക്കും സ്വന്തം തന്നെപ്പാ, കുഴപ്പമൊന്നുമില്ല. നിന്നെ കാണാൻ പറ്റാത്തൊരു വിഷമേ ഉള്ളൂ അച്ഛൻ നമുക്ക്. നീയാ? നീ എപ്പ അവനെ വന്നേ? ഞാൻ വന്നിട്ട് കുറച്ച് സമയമായി. ആമേ, ഞാനിപ്പോൾ വന്നത് ഇവളെ ഒന്ന് വീട്ടിലേക്ക് കൂട്ടിക്കോട്ടെന്ന് വെക്കാൻ വേണ്ടിയിട്ടാ. കുറേ ആയില്ലേ ഇവള് വീട്ടിലേക്ക് വന്നിട്ട്. അയ്യോ മോനെ, ഇവളെ ഇവിടുന്ന് കൂട്ടിപ്പോയാല് ഇവിടുത്തെ കാര്യം മൊത്തം പ്രശ്നമാവും. ഇവക്ക് ഇവിടെ ഒരു കുഴപ്പമില്ല, നല്ല സന്തോഷാന്ന് അല്ലേ മോളെ? എനിക്ക് പോണാ? വേണ്ടമ്മ, കണ്ട നമുക്ക് പോണമെന്നൊന്നുമില്ല. അപ്പൊ നിങ്ങൾ വർത്താനം പറഞ്ഞിരിക്കട്ടാ, ഞാൻ ചായ എടുക്കാം. ഏട്ടാ, ഇന്നെന്താ എത്ര വിളിക്കാൻ വൈകിയേ? എടി, അത് ഇന്ന് ഫ്രണ്ട്സിൻ്റെ വക ഒരു പാർട്ടി ഉണ്ടായിരുന്നു, കഴിയുമ്പോഴേക്ക് ലേറ്റായി. പിന്നെ എന്തൊക്കെയുണ്ട് ഇന്നത്തെ വിശേഷം? ഇവിടെ എന്ത് വിശേഷം? പിന്നെ ഇന്ന് ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നട്ടാ. ആണോ? എന്നിട്ട് ചേട്ടൻ എന്ത് പറഞ്ഞു? എന്ത് പറയാൻ, വീട്ടിലേക്ക് എന്നെ കൂട്ടാൻ വന്നയാന്ന്. പിന്നെ പോവാനൊന്നും പറ്റിയില്ലടോ. പോണ്ട. നീ പോയാൽ പിന്നെ അവിടെ ആരല്ലേ? നിനക്കൊരു കുറവ് അവിടെ ഇല്ലല്ലോ. ഇല്ല ഏട്ടാ, എനിക്ക് ഒരു കുറവുമില്ല. ഭക്ഷണമുണ്ട്, ഡ്രസ്സുണ്ട്, പൈസയുണ്ട്, എനിക്കെല്ലാം ഉണ്ട്. പക്ഷെ എന്നെ പറ്റിയിട്ട് ഏട്ടൻ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാ? ഏട്ടൻ അവിടെ ഫ്രണ്ട്സുമായിട്ട് കറങ്ങാൻ പോവാ, അടിച്ചു പൊളിക്കുക, ജോലി സ്ഥലത്ത് പോവാ. ഏട്ടൻ എപ്പോഴും ഹാപ്പിയാണ്. പക്ഷെ എൻ്റെ കാര്യം എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടാ? ഞാൻ എൻ്റെ വീട്ടിൽ പോലും പോവാണ്ട് ഇവിടെ അനുഭവിക്കുന്ന ഏകാന്തത ആർക്കും പറഞ്ഞാൽ മനസ്സിലാവൂല. ഏട്ടാ, എല്ലാം ഉണ്ടായിട്ട് കാര്യമില്ല. ഒരു പെണ്ണ് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് എപ്പാന്ന് ഏട്ടനറിയോ? സ്വന്തം ഭർത്താവ് കൂടി ഉണ്ടാവുമ്പോഴാ. അതില്ലെങ്കിൽ പിന്നെ ഞാൻ ഇവിടെ കിടന്ന് അനുഭവിക്കുന്ന ഒറ്റപ്പെടലുണ്ടല്ലോ, അത് പറഞ്ഞ ഏട്ടന് മനസ്സിലാവൂല. ഏട്ടാ, ഒരു 12 വർഷങ്ങളിൽ നിങ്ങളവിടെ പണിയെടുത്താലാണ് നമുക്കിവിടെ ഒരു വർഷം ഒരുമിച്ച് ജീവിക്കാൻ പറ്റുക. ഇനി നമുക്കുണ്ടാവുന്ന മക്കൾക്ക് പോലും ടോയ്സ് വാങ്ങിക്കൊടുക്കേണ്ട ഒരാൾ മാത്രമാവും നിങ്ങൾ.
ഒടുവിൽ എല്ലാം നേടിയെന്ന് വെച്ചിട്ട് ഏട്ടൻ തിരിച്ചു വരുമ്പോഴേക്കും നമുക്ക് നഷ്ടാവുന്നത് നമ്മളെ ജീവിതമായിരിക്കും. അന്ന് ഏട്ടൻ പശ്ചാത്തപിക്കും.